കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങൾക്ക് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് യെരമ്യാവ് മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്ന ഒരു വചനം. ദൈവത്തിന് സ്തോത്രം. അതൊരു പക്ഷെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം ഏറ്റെടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതായ അതേ സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. നാം എല്ലാവരും ഒരു ശുഭഭാവി പ്രത്യാശിക്കുന്നവരാണ്. ശുഭഭാവി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ലോകത്തിൽ മുഴുവനും. അതിന് ജാതി മത ഭേദമന്യേ, സമ്പന്നനും ദരിദ്രനും എന്നില്ല, ഭാഷയെന്നില്ല, വംശമെന്നില്ല, രാജ്യക്കാരെന്ന് വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ലാതെ സകല മനുഷ്യരും ശുഭഭാവി പ്രത്യാശിക്കുന്നു. നാമും ശുഭഭാവി പ്രത്യാശിക്കുന്നു. എന്നാൽ ദൈവം, സർവശക്തനായ ദൈവമാണ് ഒരു മനുഷ്യന് ശുഭകരമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മുടെ ഓരോരോ ഗുണങ്ങൾ കൊണ്ടും യോഗ്യതകൾ കൊണ്ടും പലപ്പോഴും ശുഭകരമായ ദിവസത്തെ നാം പ്രത്യാശിക്കുന്നതിനാൽ നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഒരു ശുഭഭാവിയാണ്. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭമായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ അശുഭത്വമൊക്കെ ഓർത്ത് പരിതപിക്കുകയായിരിക്കാം ഒരു പക്ഷെങ്കിൽ. ഇനിയും നിങ്ങളുടെ മുൻപിലുള്ളതായ ഭാവി, അല്ലെങ്കിൽ നാളത്തെ ദിവസങ്ങൾ, നാളത്തെ ആഴ്ച, നാളത്തെ മണിക്കൂർ, നാളത്തെ മാസങ്ങൾ, വർഷങ്ങൾ, അങ്ങനെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ശുഭകരമായിരിക്കാൻ ശുഭകരമായ പ്രഭാതങ്ങളും ശുഭകരമായ സന്ധ്യകളും, നിങ്ങൾ പോകുന്നിടത്തൊക്കെ ശുഭകരമായത് നിങ്ങൾക്ക് ഭവിക്കേണ്ടതിന് നിങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ പ്രത്യാശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെയും അത് തിന്മയ്ക്കല്ല നന്മയ്ക്കെന്ന് ഏറ്റുകൊള്ളുന്നവർക്ക് മാത്രമേ ശുഭകരമായ ഭാവിയെ പ്രത്യാശിച്ച് അവരുടെ ആ ശുഭത്വത്തെ അവരുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യാക്കോബ് അപ്പോസ്തലൻ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവം നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു പരീക്ഷ വരുമ്പോഴും ഏതൊരു പ്രയാസങ്ങൾ വരുമ്പോഴും ദൈവം ഞങ്ങളെ ദോഷത്താൽ ഞങ്ങളെ പരീക്ഷിച്ചല്ലോ എന്ന് പറയരുത്. പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ അമിതമായ മോഹവും അല്ലെങ്കിൽ മറ്റുള്ളവരോട് തത്തുല്യപ്പെടുത്തിയവരുടെ ജീവിത അഭിലാഷങ്ങളും നമ്മളെ പല ശുഭത്വങ്ങളും അനുഭവിക്കുവാൻ നമുക്ക് വിധി വരാതെ നമ്മെ തൊട്ടുരുമ്പി പോകുന്നു. അപ്പോസ്തലൻ പറയാൻ, യാക്കോബ് അപ്പോസ്തലൻ ജനത്തോട് പറയാണ്, ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മിലുള്ളതായ മോഹം, നമ്മിലുള്ളതായ അമിതമായ ആഗ്രഹം, നമ്മിലുള്ളതായ തൃപ്തിയില്ലാത്ത ജീവിതം, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹകരമായിട്ടുള്ള ഓരോ ആലോചനകളും, നമ്മുടെ മിടുക്കിലും നമ്മുടെ കഴിവിലും ഉള്ളതായ നമ്മുടെ ഒരു ധാരണ, നമ്മൾ അതിന് യോഗ്യരാണ്, ഓരോ ശുഭത്തിനും നമ്മൾ യോഗ്യരാണെന്നുള്ളതായ ഒരു ചിന്ത നമ്മളിൽ വരുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ ശുഭത്വം നമ്മെ തൊട്ടുരുമ്പി പോകും, നമ്മളിലേക്ക് പ്രവേശിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇന്റർവ്യൂവിന് പോയി. അദ്ദേഹം വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആ ജോലിക്ക് ഇന്റർവ്യൂവിന് പോയ സമയത്ത് ആ ഇന്റർവ്യൂവിന് അവിടെ അപ്പിയറിംഗ് ആയിട്ടുള്ളതായ സകല ഉദ്യോഗാർത്ഥികളെക്കാളും വളരെ അധികം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, കാണാൻ യോഗ്യൻ, അങ്ങനെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഇന്റർവ്യൂവിന് വന്നപ്പോൾ തന്നോടൊപ്പം ആ ഉദ്യോഗം തേടി വന്നതായ പലരെയും കണ്ട് അവന്റെ മനസ്സിലൊരു പുച്ഛം തോന്നി. ഇവർക്ക് എവിടെ കിട്ടാനാണ് ഈ ജോലി? എൻ്റെ അത്രയും വിദ്യാഭ്യാസമുള്ളവർ, എൻ്റെ അത്രയും നല്ല ഡ്രസ്സിംഗ് ഉള്ളവർ, കാണാൻ യോഗ്യതയുള്ളവർ, ഈ പദവിയിലേക്ക് എനിക്ക് കിട്ടുന്നതായ ഒരു അഭിമാനകരമായ ഒരു അംഗീകാരം ഇവർക്കാർക്കും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ തൻ്റെ വാക്കുകളിൽ അവരോടൊക്കെ സംസാരിക്കുന്ന ആ സംസാരത്തിൽ അഹങ്കാരം നിറഞ്ഞതായ അവരെല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചപ്പോൾ
അഹങ്കാരത്തോടു കൂടിയുള്ള പല വാക്കുകളും സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഹാമാൻ അഹശ്വേരോശ് രാജാവിൻ്റെ വിരുന്നിനെ കുറിച്ച് താൻ ചിന്തിച്ചപ്പോൾ തൻ്റെ ഭാര്യയോട് വന്ന് പറയുകയാണ്, എന്നെ അല്ലാതെ രാജാവ് ആരെയാണ് ബഹുമാനിക്കുന്നത്? എൻ്റെ അത്രയും ബഹുമാനവും അല്ലെങ്കിൽ അതിന് യോഗ്യതയും ഉന്നത പദവിയും വഹിക്കുന്ന വേറൊരു മന്ത്രി ഈ രാജ്യത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സർവശക്തനായ ദൈവം ആർക്ക് ബഹുമാനം കൊടുക്കണം, ആർക്ക് ശുഭകരമായ ഒരു പദവി കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവമാണെന്നുള്ളതായ കാര്യം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ പലപ്പോഴും മറന്നുപോകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ ശുഭകരമായ പദവി, നാം പ്രത്യാശിക്കുന്നതായ ശുഭകരമായ ഭാവി നമുക്കും നമ്മുടെ തലമുറകൾക്കും ലഭിക്കണമെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിരൂപണങ്ങൾ എന്തെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. നമുക്ക് അങ്ങനെ ഒരു വെളിപ്പാടുണ്ടാകും. ദൈവം നമുക്ക് ദോഷകരമായിട്ടൊന്നും ചെയ്യുകയില്ല എന്നുള്ള അടിയുറച്ചൊരു വിശ്വാസമാണ് നാം ദൈവത്തിൽ കൂടുതൽ ആശ വയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ കഴിവിലും നമ്മുടെ മികത്വത്തിലും നമ്മുടെ അധികാരങ്ങളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ സൗന്ദര്യത്തിലും നമുക്കുള്ളതായ എല്ലാ സകല കാര്യങ്ങളിലും നാം പ്രത്യാശ വെച്ചുകൂടാ. നോക്കൂ, നയമാൻ ഒരിക്കൽ എലീശായുടെ മുൻപിൽ സൗഖ്യത്തിന് വേണ്ടി പോയപ്പോൾ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ വായിക്കുന്നത്, അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. നോക്കൂ, തന്റെ വാഹനമാണ് തനിക്ക് വലുത്. താൻ വിചാരിച്ചു തന്റെ വലിയ വാഹനങ്ങളും കുതിരകളെയും രഥങ്ങളെയും ഒക്കെ കണ്ടപ്പോൾ എലീശ ചാടി ഇറങ്ങി വരുമെന്നാണ് നയമാൻ വിചാരിച്ചത്. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവാത്മാവിനാൽ ഭരിക്കപ്പെടുന്നതായ എലീശ താനും അവിടെ തന്നെ ഇരുന്നു. ഒരു ബാല്യക്കാരനെ പറഞ്ഞയച്ചു. അത് നയമാനെ നന്നായിട്ട് ചൊടിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ ആ അല്ലെങ്കിൽ നാം പ്രത്യാശിക്കുന്നതായ ശുഭഭാവി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ പല നിർണയങ്ങളുണ്ട്. ദൈവം പല രീതിയിൽ നമ്മെ നടത്തിക്കൊണ്ടുപോകും. ദൈവം പല നിരൂപണങ്ങളിൽ കൂടെ നമ്മെ വഴി നടത്തും. പല വഴികളിൽ കൂടെ നമ്മെ നടത്തിക്കൊണ്ടു പോയതിനു ശേഷം ദൈവം തരുന്ന നാം ഭാവിക്ക് അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നതായ ആ ശുഭഭാവി നാം ലഭിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥമാക്കി വരുവാൻ തക്കവണ്ണം അവകാശമാക്കി വരുവാൻ ഉള്ളതായ ഒരു യോഗ്യത ദൈവത്തിന്റെ സന്നിധിയിൽ നാം കാണിക്കുന്നിടം വരെയും ദൈവം പല വഴികളിൽ കൂടെ നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. നാം ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ നിർണയങ്ങളെ അല്ലെങ്കിൽ അവന്റെ നിരൂപണങ്ങളെ തിരിച്ചറിയുവാനുള്ളതായ ഒരു കഴിവ്, ഭാഗ്യം ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ, താഴ്മയുള്ളതായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ വിനയത്വമുള്ളതായ സൗമ്യതയുള്ളതായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുമ്പോൾ, അവിടെയാണ് ദൈവം വലിയ വലിയ കാര്യങ്ങളെ നമ്മളെ ഭരമേൽപ്പിക്കുന്നത്. നാം അറിയാതെ ശുഭകരമായ ഭാവി നമ്മുടെ മുൻപിൽ വന്ന് അണിനിരക്കുന്നത് നമ്മൾ കാണും. നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നിരൂപണങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ പ്രഭാതങ്ങളെ ചെലവഴിക്കൂ, നമ്മുടെ പ്രദോഷങ്ങളെ ചെലവഴിക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കൂ. അങ്ങനെ അഭ്യസിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളതായ ഒരു അഭ്യസനം ഉണ്ടാകുമ്പോൾ നോക്കൂ, ഓരോ പ്രഭാതത്തിലും ശുഭഭാവിയെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശ നിറഞ്ഞതായ വലിയൊരു ദർശനം ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുതരും. നാം എങ്ങനെ ചെയ്യണം, എങ്ങനെ ആരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ നമുക്കുള്ളതായ അവകാശങ്ങളെ നാം പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓരോ സമയത്തും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഓരോരോ കാര്യങ്ങളിൽ, ഓരോരോ ന്യായാധിപ സ്ഥാനങ്ങളിൽ, ഓരോരോ ജോലി സ്ഥലങ്ങളിൽ, ഓരോരോ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളുടെ മുഖത്ത് പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കും, നമ്മളെ ഉപദേശിക്കും. നമുക്ക് വാക്കുകളില്ല, പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ ജ്ഞാനത്തെ തുറന്നു തരും, ജ്ഞാനത്തിന്റെ വഴികളെ തുറന്നു തരും. നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ തലമുറകളെ ഇത് അഭ്യസിപ്പിക്കുക. നിന്റെ ഭവനത്തിൽ ഈ ദൈവത്തിന്റെ നിരൂപണങ്ങളെ തിരിച്ചറിയുവാനുള്ളതായ വലിയ ഒരു ഭാഗ്യം, ഒരു കൃപയ്ക്കായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുക. ദൈവം നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കും, നിന്റെ തലമുറകളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.